നിയമസഭാ തെരഞ്ഞെടുപ്പ് വിധി വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രി കസേരക്കായി ചരടുവലി ശക്തമാക്കി കോൺഗ്രസ് നേതാക്കൾ. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മുൻനിരയിലുള്ളത്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആനയിച്ച് അനുകൂലികൾ പുറത്തിറക്കിയ പാട്ട് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി മാറി. കെ.സിയെ പിന്തുണച്ച് അജയ് തറയിൽ ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. മത്സരിച്ച് ജയിക്കാതെ എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായത് ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കളുടെ പിന്തുണ. റീലുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. കേരള യാത്ര എന്ന പേരിൽ പുതിയൊരു പോഡ്കാസ്റ്റും ചെന്നിത്തല തുടങ്ങി. അതേസമയം കെ.സി. വേണുഗോപാലിന്റെ വരവിനെ തടയിടാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് വി.ഡി. സതീശൻ പക്ഷം. കെ.സി. വേണുഗോപാലിനെതിരായ വി.ഡി. സതീശൻ അനുകൂലികളുടെ വാട്സാപ്പ് ചാറ്റുകളും ഇന്ന് പുറത്തുവന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിയിൽ ഘടകകക്ഷികളും അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പോര് കൂടുതൽ കടുക്കുകയാണോ? കാണാം RDX റാപ്പ്. ഭരണം ലഭിക്കുമോ എന്ന് ഉറപ്പായില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലികൾ ശക്തമാക്കി കോൺഗ്രസ് നേതാക്കൾ. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആനയിച്ച് അനുയായികൾ പുറത്തിറക്കിയ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിനായി പാട്ടിറക്കുമ്പോൾ റീലുകളിലൂടെ നവമാധ്യമങ്ങളിൽ സജീവമാകാനാണ് രമേശ് ചെന്നിത്തലയുടെ നീക്കം. കേരള യാത്ര എന്ന പേരിൽ പോഡ്കാസ്റ്റും രമേശ് ചെന്നിത്തല ആരംഭിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് മുൻനിരയിൽ തന്നെയുണ്ട്. ഇലക്ഷൻ 2026 VDS എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ കെ.സിക്കെതിരായ ചാറ്റുകളും പുറത്തുവന്നു. വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയാക്കി മലപ്പുറം കാലടി പഞ്ചായത്തിലെ പാറപ്പുറത്ത് ഫ്ലെക്സ് ബോർഡും ഉയർന്നു. അതേസമയം മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള കോൺഗ്രസ് നേതാക്കളുടെ പോരിൽ അതൃപ്തിയിലാണ് ഘടകകക്ഷികൾ. ഭരണം നേടാനായില്ലെങ്കിൽ മുഖ്യമന്ത്രി ചർച്ചയും തർക്കവുമെല്ലാം പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന വാദവും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുള്ള പാട്ടിന് പിന്നാലെ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുള്ള ഗാനവും പുറത്തിറങ്ങി. ഗായകനും CPIMന്റെ പ്രചാരണ പരിപാടികളിൽ സജീവ സാന്നിധ്യവുമായ അതുൽ നറുകര പാടിയ ഗാനം ഉപയോഗിച്ചാണ് രമേശ് ചെന്നിത്തലക്കായുള്ള റീൽ. ആ വീഡിയോ നമുക്ക് കാണാം. പതറാത്ത മനസ്സിലെ കനലുകൊണ്ടും നമ്മളൊന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ലതന്നെ നോക്കുദൂരെ ഏറെ ദൂരെയല്ലാത്തൊരു വഴിവിളക്കിന്നരുണശോഭ കാണാം. ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നതിനിടെ കെ.സി. വേണുഗോപാലിന് പരോക്ഷമായി പിന്തുണച്ച് അജയ് തറയിലും രംഗത്തെത്തി. MLA അല്ലാത്തവർക്കും മുഖ്യമന്ത്രിയാകാമെന്നും എ.കെ. ആന്റണി അടക്കമുള്ളവർ അങ്ങനെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെന്നും അജയ് തറയിൽ അഭിപ്രായപ്പെട്ടു. ആർക്കും മുഖ്യമന്ത്രിയാകാം, എന്ത് കുഴപ്പമില്ല. ഞാനിപ്പോൾ MLA ആകാത്തൊരു മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാളെ പിന്തുണക്കുന്നില്ല. എ.കെ. ആണെങ്കിൽ 2 വർഷം കാലത്ത് മുഖ്യമന്ത്രി ആയില്ലേ, E.K. നായനാർ മുഖ്യമന്ത്രി ആയില്ലേ. അതുപോലെ എത്രയോ സമയങ്ങളിൽ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടില്ലേ. അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന തീരുമാനങ്ങളാണ്. അത് MLA തീരുമാനിക്കും. MLA അവകാശം. ആ MLA അവകാശങ്ങൾ കൈകടത്താൻ ഞാൻ ആരുമല്ല. അതേസമയം ജനങ്ങളുടെ വികാരങ്ങൾ അടക്കം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ഉചിതമായ തീരുമാനമായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കുക എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷയെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതോട് പ്രതികരിച്ചു. ഒരു തീരുമാനമായിരിക്കും കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുക. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുക. കേരളം പ്രതീക്ഷിക്കുന്ന ഒരു ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നത്. ചർച്ച നടക്കട്ടെ എന്ന നിലപാടിലാണ് കെ.സി. വേണുഗോപാൽ ഉള്ളത് എന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ അത് ചെയ്യട്ടെ എന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. എന്നാൽ തനിക്കതിൽ താല്പര്യമില്ല എന്ന നിലപാടുമാണ് കെ.സി. വേണുഗോപാൽ പരസ്യമായിട്ട് എടുക്കുന്നത്. തൻ്റെ താല്പര്യമില്ലായ്മയെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിനകത്ത് ആ വിവരം മാത്രമേ ഉള്ളൂ. ഹർഷ, പാട്ട് ആണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്താ തോന്നുന്നത്? അല്ല, ഇതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നു ചേരും എന്നുള്ള കാര്യം നമ്മൾ പലതവണ ചർച്ച ചെയ്തിരുന്നു. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർച്ചകൾ മുഴുവൻ ഒരൊറ്റയടിക്ക് അവസാനിപ്പിക്കാം. അത് കെ.സി. വേണുഗോപാൽ വിചാരിച്ചാൽ അവസാനിപ്പിക്കാം. ഇപ്പോൾ കെ.സി. വേണുഗോപാലുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ. പക്ഷേ അതിനുശേഷം അദ്ദേഹം ആ വിഷയത്തിൽ അങ്ങനെ ഉറച്ച ഒരു നിലപാട് ഈ പോളിംഗിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടേയില്ല. ഈ ചർച്ചകൾ ഉയരുന്ന, അതായത് ഈ ചർച്ചകളുടെ 2ാം ഘട്ടത്തിൽ കെ.സി. വേണുഗോപാൽ
ഇപ്പോൾ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്ന്, അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പല പോസ്റ്റുകൾ വരുന്നു, അദ്ദേഹത്തിന് അനുകൂലമായ ക്യാമ്പയിൻ വരുന്നു, അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നു. MLA-മാർ അദ്ദേഹത്തിന് വേണ്ടി ധീരഘോരം സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ നിരന്തരം അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ, ഇതിലെന്താണ് ഇങ്ങനെയൊക്കെ ചർച്ച നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അതിൽ അദ്ദേഹം അഭിപ്രായം പറയുന്നില്ല എന്നുള്ളതാണ്. അഭിപ്രായം പറയുന്നില്ല എന്താ മറുപടി ഉണ്ടായാൽ തന്നെ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹത്തിന് ആ തീരുമാനമുണ്ട്, ആ താല്പര്യമുണ്ട് എന്നുള്ളത്. അത് ഒരു തെറ്റല്ല കേട്ടോ, രാഷ്ട്രീയത്തിൽ അതൊരു തെറ്റല്ല. കാരണം എന്താണ്, ഈ അവസരങ്ങളുടെ വിനിയോഗം അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ നിരീക്ഷിക്കുമ്പോൾ, അദ്ദേഹത്തിന് ഒപ്പമുള്ളവരെ നിരീക്ഷിക്കുമ്പോൾ, നേതാക്കന്മാരെ നിരീക്ഷിക്കുമ്പോൾ അതുതന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഈ കാര്യത്തിൽ KC വേണുഗോപാൽ എന്തോ അനർഹമായ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുന്നു എന്ന മട്ടിൽ ചില ചർച്ചകൾ ഉയർന്നപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഒറ്റക്കെട്ടായി കോൺഗ്രസിലെ കുറേ നേതാക്കൾ രംഗത്ത് വരുന്നത് കണ്ടു നമ്മൾ. അതായത് KC വേണുഗോപാലിന് വേണ്ടി അവരെല്ലാം രംഗത്തിറങ്ങിയേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ എല്ലാ നേതാക്കന്മാരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും അതേക്കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം സംഭവിക്കുന്നത് ശക്തമായ ആക്രമണം KC വേണുഗോപാലിനെതിരെ. അതായത് എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടായ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ എല്ലാം ഉയർന്ന ആ സോഷ്യൽ മീഡിയ ആക്രമണത്തിന് സമാനമായ സോഷ്യൽ മീഡിയ ആക്രമണമാണ് KC വേണുഗോപാൽ നേരിട്ടത്. കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ കാലത്ത് ആക്രമണം നേരിടുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. അത് കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് കാലം മുതൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് KC വേണുഗോപാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആ രീതിയിൽ ഈ നേതാക്കന്മാരുടെ ഈ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ചീത്തവിളികൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. പക്ഷേ അങ്ങനെ അർഹതയില്ലാത്ത എന്തോ നേടിയെടുക്കാൻ വേണ്ടി KC വേണുഗോപാൽ വന്നു എന്നുള്ള ചിന്ത എനിക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനായിരിക്കും, അതിന് നിയോഗിക്കപ്പെട്ടത് VD സതീശനായിരിക്കും. അതിന് കാരണം അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് തുടർന്ന് തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നയിക്കുന്നു. ഇതിനു മുമ്പ് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം നയിച്ചത് അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആയിക്കൊള്ളണം എന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ഇല്ല. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ അത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കോൺഗ്രസിൽ വിജയിച്ചു വരുന്ന MLA-മാരിൽ ഭൂരിപക്ഷം ആർക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിക്കുന്നത്, ഹൈക്കമാൻഡിൻ്റെ താല്പര്യങ്ങൾ എങ്ങനെയാണോ അവിടെ പ്രതിഫലിക്കുന്നത്, ആ ആളായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. ഇതാണ് കാലങ്ങളായി കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ജനാധിപത്യപരമായി ശരിയെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാവുന്ന ഒരു മാതൃകയാണത്. കാരണം പാർലമെന്ററി പാർട്ടിയിൽ ആർക്കാണ് ഭൂരിപക്ഷം, അയാൾ മുഖ്യമന്ത്രി. അതെ, MLA-മാരെ കൂടെ നിർത്തണം. അപ്പോൾ MLA-മാരെ കൂടെ നിർത്തുക എന്നുള്ളത് ഈ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അതിന് താല്പര്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം MLA-മാരെ കൂടെ നിർത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തേണ്ടത് കോൺഗ്രസിൽ. അതാണ് കോൺഗ്രസിൻ്റെ രീതി. അത് വളരെ ജനാധിപത്യപരമായ ഒരു മാർഗ്ഗമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് വേണ്ട ശ്രമം നടത്തണം. ആ ശ്രമം ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് അവസാനം MLA-മാർ വേറൊരാൾക്ക് പിന്തുണ കൊടുക്കുന്നു, അയാൾ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു സ്ഥിതിയോ അതിനുവേണ്ടിയുള്ള ശ്രമമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ് അണികൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല KC വേണുഗോപാൽ ഒന്നും ചെയ്യാത്ത ആളാണോ? അല്ലല്ലോ. KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം KC വേണുഗോപാലിൻ്റെ പ്രസൻസ് ഇവിടെയുണ്ട്. ഇവിടെ ഇത്രയും ദേശീയ നേതാക്കന്മാർ വന്ന ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തുണ്ടായിട്ടില്ല. ഓരോ മണ്ഡലങ്ങളിലും ദേശീയ നേതാക്കന്മാർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെ കാര്യങ്ങളെ നേരിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന, അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഇടപെടൽ ശേഷിയുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രസൻസ് വളരെ എവിഡൻ്റ് ആയിരുന്നു ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ. അതെങ്ങനെ വന്നതാ? ചുമ്മാ ഇങ്ങ് വന്നതല്ല. അത് KC വേണുഗോപാൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് തന്നെയാണ്. രണ്ട് തവണയായി തെരഞ്ഞെടുപ്പ് അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഉണ്ടാകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? സാമ്പത്തികമായി എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടും, ഫണ്ട് എവിടെ നിന്ന് വരും എന്നുള്ളതാണ്. പല വഴിക്കാണ് ഫണ്ട് വരിക. ഈ ഫണ്ട് ഇത്തവണ സ്വരൂപിച്ചത് ആരാണ്? എവിടെ നിന്നാണ് ആ ഫണ്ട് സ്വരൂപിച്ചത്? ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്തെങ്കിലും ഒരു കുറവില്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടു, ഒരു സംശയമില്ല. ആ കാര്യത്തിൽ വോട്ട് KC കാണും. അല്ലല്ല, ഞാൻ കാര്യം പറയാണ്. അല്ല, ഈ തർക്കത്തിലെ കാരണം ഒരു കാര്യമില്ലാതെ KC ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ അർഹതയില്ലാത്ത ഒരാളൊന്നുമല്ല KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാലിന് അതായത് ഹർഷം പറയുന്നത് മത്സരിച്ചില്ലെങ്കിലും അർഹതക്ക് കുറവില്ലാത്ത ആളാണ് KC എന്ന് പറയാൻ. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊക്കെ തന്നെ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് KC വേണുഗോപാൽ. ഞാനതാ പറഞ്ഞത്. അപ്പോൾ KC വേണുഗോപാൽ
കെ സി വേണുഗോപാലിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം തൽക്കാലം പറയുന്നില്ല എന്നത് ശരിയാണ്. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള പ്രതീതി വരുത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോഴും കെ സി വേണുഗോപാലിന് ഇതിന് അർഹതയില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കെ സി വേണുഗോപാൽ തീർച്ചയായും അറിയുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ എന്താ പറയുന്നത്, പല ആളുകളെയും പരിഗണിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതായത് പിഷാരടിയെ പരിഗണിച്ചതിന് കാരണമായി വി ഡി സതീശൻ പറഞ്ഞത് എന്താണ്, കോൺഗ്രസിൻ്റെ ഏറ്റവും കഷ്ടപ്പാട് പിടിച്ച കാലത്ത് കോൺഗ്രസിനൊപ്പം നിന്ന ഒരാൾ എന്നുള്ളതാണല്ലോ. ഈ കഷ്ടപ്പാട് പിടിച്ച കാലത്ത് അതിൻ്റെ സംഘടനാ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ. ഏറ്റവും കഷ്ടപ്പാട് പിടിച്ച കാലത്ത് അവിടെ നിന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നമ്മളിതെല്ലാം വെറുതെ അങ്ങ് മറന്നുപോയത്. വലിയ വിജയമുണ്ടായില്ലെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് രാജ്യത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 12 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഒരു ബില്ല് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് പരാജയപ്പെടുകയാണ്. അത് ഈ കാലത്താണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയാണ് സംഭവിച്ചത്? പ്രതിപക്ഷത്തിന് ശക്തി കൂടിയോണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ അത് ഈ കെ സി വേണുഗോപാലിനെ കൊണ്ട് മാത്രം ശക്തി കൂടിയെന്നല്ല. പക്ഷെ കെ സി വേണുഗോപാലിന് അതിൻ്റെ പങ്ക് അവകാശപ്പെടാനാവില്ലേ? ഈ കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി അല്ലേ, അദ്ദേഹത്തിന് അതിൻ്റെ പങ്ക് അവകാശപ്പെടാനാവില്ലേ? അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ആ കാര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ വി ഡി സതീശനെ തള്ളിക്കളയാൻ പറ്റുമോ? അതുമില്ല. കാരണം വി ഡി സതീശൻ എന്താണ്, കോൺഗ്രസ് ആകെ തകർന്ന് കിടക്കുന്ന സമയത്ത്, രണ്ടാം ഭരണത്തിലേക്ക് പിണറായി സർക്കാർ വരുന്ന സമയത്ത്, പിണറായി വിജയൻ LDF വരുന്ന സമയത്ത് ആ തകർന്ന കോൺഗ്രസിനെ കേരളത്തിൽ നയിച്ചയാളാണ് വി ഡി സതീശൻ. ആ കാര്യത്തിനും സംശയമില്ല. വി ഡി സതീശനെ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചയാളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു, നിയമസഭ ഈ എന്താണ് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നയിച്ച ആൾ തന്നെയാണ്. അദ്ദേഹം നയിക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. കെ സി വേണുഗോപാലും ആ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ഉണ്ട്. നമ്മൾ പോയതാണല്ലോ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അവിടെ കെ സി വേണുഗോപാലിൻ്റെ പ്രസൻസ് ഉണ്ട്. വലിയ നേതാവാണ് കെ സി വേണുഗോപാൽ. അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഒരുമിച്ച് ഒരുപോലെ നേതാവായിട്ട് വളർന്നു പോകാൻ കഴിയില്ല. ഇവരൊന്നും തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ല. അതാണ് വേറൊരു കാര്യം. രമേശ് ചെന്നിത്തല ഏറ്റവും അർഹനായ ആൾ തന്നെയാണ് കോൺഗ്രസിൽ. രമേശ് ചെന്നിത്തലയുടേതായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമങ്ങളിലെയും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളെല്ലാം പണ്ടേ മുഖ്യമന്ത്രിമാരായിപ്പോയി. അത് ഇപ്പോൾ മമതാ ബാനർജിയുടെ കാര്യം അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ ദിവസം എടുത്തു പറയുന്നത് കണ്ടു എങ്ങനെയാണെന്ന്. അപ്പോൾ ആ രമേശ് ചെന്നിത്തലയുടെയും പ്രയത്നത്തെ ചെറുതാക്കി കാണാനാവില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് എനിക്ക് തോന്നുന്നു 67-68 വയസ്സാണ് രമേശ് ചെന്നിത്തലയുടെ പ്രായം. 63-64 വയസ്സാണ് കെ സി വേണുഗോപാലിൻ്റെ പ്രായം. ഒരു 61-62 വയസ്സ് കാണും ഇപ്പോൾ വി ഡി സതീശന്. അപ്പോൾ ഇവരെല്ലാം 60കളിൽ നിൽക്കുന്ന നേതാക്കന്മാരാണ്. ഏതാണ്ട് അടുത്തടുത്ത കാലത്ത് ഈ സംഘടനയിലേക്ക് വന്ന ആളുകളാണ്. ചിലർക്ക് കുറച്ച് നേരത്തെ ചില അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് കുറച്ച് വൈകിയായിരിക്കും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ KSU പ്രസിഡന്റ് ആക്കിയിട്ടില്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയിട്ടില്ല, അദ്ദേഹത്തെ മന്ത്രിയാക്കിയിട്ടില്ല. ഇങ്ങനെ പല ഘട്ടങ്ങളിലും ആ മട്ടിൽ അർഹതപ്പെട്ടത് ലഭിക്കാതെ പോയൊരു നേതാവാണ് വി ഡി സതീശൻ. അപ്പോൾ ഈ ഘട്ടത്തിൽ അവരെല്ലാം പ്രതീക്ഷിക്കുകയാണ്. ഇതിനെല്ലാം അടിസ്ഥാനമായി വേണ്ടത് ജയിക്കണം ആദ്യം. അത് 4-ാം തീയതിയെ നമുക്കറിയൂ. പക്ഷെ വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുള്ളിലുണ്ട്. ആ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് കൂടിയാണ് തീർച്ചയായും വിജയത്തിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ട് കൂടിയാണ് ഈ മുഖ്യമന്ത്രിമാരെ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടുള്ള തർക്കം നടക്കുന്നത്. ഇതിൽ തന്നെ എനിക്ക് കൗതുകകരമായി തോന്നിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ ചിലരൊക്കെ ഇതിനൊരു സൊല്യൂഷനൊക്കെ നിശ്ചയിക്കുന്നുണ്ട് ഈ സമയത്ത്. കാരണം വലിയ നേതാവായി ഇപ്പം നിൽക്കുന്നത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നോട്ടെ, ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്കും ധനകാര്യം വി ഡി സതീശനും കൊടുത്ത് തൽക്കാലം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചു കൂടെ എന്ന മട്ടിൽ വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൗതുകം. പക്ഷേ എല്ലാ നേതാക്കന്മാർക്കും, ഈ പറഞ്ഞ നേതാക്കന്മാർക്കെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കാനൊക്കെയുള്ള അർഹതയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ നയിച്ചു വരുന്നവരായതുകൊണ്ട് തന്നെ അതിലാരെയെങ്കിലും കോൺഗ്രസ്സുകാർ തന്നെ കൂട്ടം ചെന്ന് ആക്രമിക്കുന്നത് ദയവ് ചെയ്ത് നിർത്തണം. സോഷ്യൽ മീഡിയയിൽ ഈ കോൺഗ്രസ് ഹാൻഡിലുകൾ വല്ലാതെ ആക്രമിക്കുന്നത് നിർത്തണം. കാരണം അതാണ് വേണ്ടത്. ചർച്ച നടന്നോട്ടെ, സജീവമായ ചർച്ചകൾ നടന്നോട്ടെ. പിന്നെ ഇതിനകത്ത് ഇവർക്ക് നേതാക്കന്മാരിൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം കൂടി ഞാൻ പറയാം. ഇതെല്ലാം PR-ൻ്റെ കാലമാണ് എന്നുള്ള ഒരു പൊതു ബോധം അത് നേതാക്കന്മാർക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അവരവർക്ക് വേണ്ടി അതായത് മറ്റ് ലോബിയിങ്ങിനപ്പുറത്ത് സോഷ്യൽ മീഡിയ വഴിയൊക്കെയുള്ള PR ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് പലപ്പോഴും ഇവർ തെറ്റായ കൈകളിൽ പോയി വീഴും. കാരണം അവരവർക്ക് വേണ്ടി ഇവർ കണ്ടെത്തുന്ന PR ഏജൻസികളോ അങ്ങനെയുള്ള ആളുകളോ ഒക്കെ
പലപ്പോഴും തെറ്റായ ആളുകളായിരിക്കും. ചിലപ്പോൾ അത് ചില ടീം എങ്ങനെയാണ് തീരുമാനിക്കുക, എതിരാളിയെ ചീത്ത വിളിച്ച് കീഴ്പ്പെടുത്തി കളയാമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ കയ്യിലായിരിക്കും ചില നേതാക്കൾ ചെന്ന് വിടുക. ചില നേതാക്കൾ ചെന്ന് വിടുന്നത് ഈ പറഞ്ഞതുപോലെ ഈ എന്താണ് തെറ്റായ പാട്ടുകളും തെറ്റായ വീഡിയോകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ചില ആളുകളുടെ കയ്യിലായിരിക്കും. അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് വേറൊരു തരത്തിലുള്ള ചർച്ച കൂടി ഇതിനിടയ്ക്ക് സംഭവിക്കുന്നത്. എന്തായാലും ഈ 3 നേതാക്കന്മാരും എന്താണ് കോൺഗ്രസ് ജയിച്ചാൽ, UDF ജയിച്ചാൽ 3 നേതാക്കന്മാരിൽ ആര് മുഖ്യമന്ത്രി ആയാലും നമുക്ക് സന്തോഷം. അവരെ ദയവ് ചെയ്ത് അങ്ങനെ മുഖ്യമന്ത്രി ആകാൻ നിൽക്കുന്ന ആളുകളെ അണികൾ തന്നെ ചീത്ത വിളിക്കുന്ന സാഹചര്യം ദയവ് ചെയ്ത് ഉണ്ടാവരുത്. ഒരു കാര്യം കൂടിയുണ്ട്, പക്ഷേ ലീഗിന് ഇതിൽ കടുത്ത അതിർത്തിയുണ്ട്. അത് മാത്രമല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ അതിർത്തി അറിയിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെന്നി ബെഹനാൻ ഈ വിഷയത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ചർച്ചകൾക്ക് നടക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. വോട്ട് ചെയ്ത ആളുകൾക്ക് ഇവന്മാർക്ക് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നേതാക്കന്മാർ തന്നെ പരിതപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമൊക്കെ ഉണ്ടാകാതെ നോക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇതിൽ ഹർഷൻ ഇപ്പോൾ അവസാനം പറഞ്ഞ കാര്യമാണ് എനിക്ക് പെട്ടെന്ന് തന്നെ തീർക്കുക. അതായത് ആരായാലും ഇവർ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹരാണ്. 3 പേരും മുഖ്യമന്ത്രിയാകാൻ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇൻ ഹരിഹർ നഗർ സിനിമയിൽ ഈ ഗീതാ വിജയൻ എന്ന് പറയുന്ന നടി അഭിനയിച്ച ക്യാരക്ടർ വരുമ്പോൾ ഈ 4 പേരും ഇങ്ങനെ ആ ക്യാരക്ടറിൻ്റെ പേര് സ്വന്തം പേരിനോട് ചേർത്ത് എന്താണ് ഗീത ഗോവിന്ദൻകുട്ടി, ആഹാ കൊള്ളാം, അപ്പോൾ ഈ പേര് കൊള്ളില്ലേ, ഈ പേര് കൊള്ളില്ലേ എന്ന് പറയുന്ന സീനുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ വാർത്ത വായിക്കുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ, മുഖ്യമന്ത്രി KC വേണുഗോപാൽ, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല, എന്തായാലും നമുക്ക് ഓക്കെയാണ്, അടിപൊളിയാണ്, നല്ല പേരുകളാണ്. മുഖ്യമന്ത്രിയാകാൻ നല്ല യോഗ്യതയുള്ള ആളാണ് 3 പേരും. പിന്നെ മത്സരിക്കാത്ത ആളാണല്ലോ KC വേണുഗോപാൽ എന്നതാണ് ഒരു സംശയം മുന്നിലുള്ളത്. പക്ഷേ അത് ഹർഷൻ അതിൻ്റെ കാര്യമായിട്ട് വിശദമായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പം പണ്ട് AK ആന്റണി 2 തവണ അതിൽ കാര്യമില്ല, അതിന് കാര്യം കൃത്യമായിട്ട് തന്നെ ഹർഷൻ പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ടേക്ക് ഇതിനകത്ത് ഇതല്ല ഹർഷൻ. അതായത് ഇത് യഥാർത്ഥത്തിൽ ഈ ചർച്ച നടക്കുന്നത് എൻ്റെ തോന്നൽ ആത്മവിശ്വാസം കൊണ്ടല്ല. ഹർഷൻ പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ വിയോജിക്കുകയാണ്. അതായത് ഉള്ളിലെ പേടി കൊണ്ടാണ് ഈ ചർച്ച നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ നേതാക്കളൊന്നും ഇതിൽ വലിയ പങ്കാളികളെല്ലാം നമ്മൾ നോക്കണം. അതായത് പങ്കാളിത്തം വഹിക്കുന്നുണ്ടെങ്കിൽ KC വേണുഗോപാലിന് വേണ്ടിയിട്ട് കുറച്ച് PR പരിപാടി നടക്കുന്നതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് എങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം രമേശ് ചെന്നിത്തല ആരോടെങ്കിലും പറയുന്നുണ്ടാകും, VD സതീശൻ അങ്ങനെ പറയുന്നുണ്ടാകും എന്നല്ലാതെ അവരാരും ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ആത്മവിശ്വാസ പ്രകടനം സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ആത്മവിശ്വാസ പ്രകടനത്തെ അത്ര തന്നെ അവരുടെ എല്ലാവരുടെയും ആത്മവിശ്വാസ പ്രകടനമുള്ളൂ. ഇപ്പോൾ MP ഗോവിന്ദ മാഷ് ഇന്ന് വന്നിട്ട് ഞങ്ങൾ വലിയ വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഏതാണ് 71 ഈ ഏറ്റവും കുറഞ്ഞ വേണ്ട ഇതിനേക്കാൾ ജയിക്കാൻ ആവശ്യത്തിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇങ്ങനെയൊരു ഭയങ്കര ഫൈറ്റ് നടന്നതിന് ശേഷമുള്ള മിനിമം ആത്മവിശ്വാസം, നാട്ടുകാർക്ക് മുമ്പ് കാണിക്കാനുള്ള മിനിമം ആത്മവിശ്വാസം തന്നെ എല്ലാവരും കാണിച്ചിട്ടുള്ളൂ. ബാക്കി നടക്കുന്നത് ഈ അണികളാണല്ലോ ഈ ചർച്ച നടത്തുന്നത്. അണികൾ ചർച്ച നടത്തുന്നത് ഹർഷ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. അതായത് 100 സീറ്റോളം നേടും VD സതീശൻ എന്നാണ്, 100 സീറ്റോളം നേടും UDF എന്ന് VD സതീശൻ പറഞ്ഞു. എവിടെയാണ് ആ 100 സീറ്റ് എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ചർച്ച നടത്തേണ്ടി വരും. സാധാരണഗതിയിൽ നമ്മളൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത്ര 1 മാസത്തോളം വോട്ടെണ്ണാൻ കാലമുണ്ടെങ്കിൽ ആളുകൾ കണക്ക് കൂട്ടിക്കൊണ്ടേ ഇരുന്ന് ആകെപ്പാടെ വഷളാകും. അതായത് കണക്ക് കൂട്ടുന്നു, അവിടെ എത്തിക്കുന്നു, ഇവിടെ എത്തിക്കുന്നു, ചെറിയ ആൾ ഇങ്ങനെ പറയുന്നത്. സോഷ്യൽ മീഡിയ പോലുള്ള സംവിധാനങ്ങൾ, നമ്മുടെ പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്താണെങ്കിൽ ആളുകൾ ഇരിക്കുന്ന കടവരാന്തകൾ മുഴുവൻ ഈ കണക്കുകൾ കൊണ്ട് ഇങ്ങനെ നിറയും. ആ സീറ്റ് അങ്ങനെ, ഈ സീറ്റ് ഇങ്ങനെ, ഇത്ര സീറ്റ് ഇത്ര വോട്ട് കിട്ടും, ഇത്ര വോട്ട് അപ്പുറത്തേക്ക് മറിഞ്ഞാൽ ആ വോട്ട് ഇങ്ങോട്ടേക്ക് വരും, കുറേ ന്യൂനപക്ഷ വോട്ട് വരികയാണെങ്കിൽ കുറേ ഹിന്ദു വോട്ട് ഇങ്ങോട്ട് വരില്ലേ, അങ്ങനെ എങ്ങനെ പറയും. ഇതാണ് ചർച്ച. ഈ ചർച്ചയിലേക്ക് പോകാൻ കോൺഗ്രസിൻ്റെ അണികൾക്ക് തൽക്കാലം ഭയമുണ്ട്. ആദ്യത്തെ 2 ദിവസം VD സതീശൻ പറഞ്ഞ 100 സീറ്റ് എന്നത് എഴുതി ഒപ്പിക്കാൻ നോക്കി, പക്ഷേ അവർക്ക് അവിടം വരെ എത്തിയിട്ടില്ല എന്നൊരു വസ്തുതയാണ്. അതായത് ആദ്യ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയ നോക്കും, അതായത് VD സതീശൻ പറഞ്ഞത് 100 കിട്ടും എന്ന് നല്ല ആത്മവിശ്വാസം, 100ന് മുകളിൽ സീറ്റ് കിട്ടുന്നു നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പല ഐഡിയകളും പിന്നീട് പതുക്കെ അങ്ങ് നിശബ്ദമായി. 100 95 കിട്ടും കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ 71 എന്ത് ഉറപ്പായിട്ടും ജയിക്കും എന്ന മട്ടിലേക്ക് മാറിയിട്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് പിന്നെ മുഴുവൻ മുഖ്യമന്ത്രി ചർച്ചയാണ്. മുഖ്യമന്ത്രി ചർച്ച കഴിഞ്ഞിട്ട് ഹർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ വകുപ്പുകൾ സംബന്ധിച്ച് ചർച്ച നടന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഇവിടെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാവുന്നൊരു വനിതാ കോൺഗ്രസ് സൈബർ നേതാവിനെ കുറിച്ച് അവരെന്തോ വനിതാ കമ്മീഷനോ മറ്റോ അവർ പിൻവാതിൽ വഴി ഏതോ നേതാവിനോട് കാര്യം പറഞ്ഞിട്ട് വനിതാ കമ്മീഷൻ അംഗത്വം നേടാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ വകുപ്പുകൾക്കകത്ത് താഴെ തട്ടിലുള്ള ഈ വനിതാ കമ്മീഷൻ പോലുള്ള കമ്മീഷനുകളിലെ അംഗത്വത്തെക്കുറിച്ച് പോലും ചർച്ച തുടങ്ങി കോൺഗ്രസ്സുകാർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പൂർണ്ണമായിട്ടും വിചാരിക്കുന്നത് ഇത് അവരുടെ ഭയം കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുമെന്നും ഏതേതൊക്കെ മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ ജയിക്കുമെന്നും കൃത്യമായിട്ടുള്ള ധാരണ അവർക്ക് ആർക്കുമില്ല. അങ്ങനെ ചർച്ച ചെയ്താൽ അവർക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് അവർ കൂടുതൽ സേഫായിട്ടുള്ള, കൂടുതൽ മനോഹരമായിട്ടുള്ള ഈ മോഹൻലാലും പിന്നെ ശ്രീനിവാസനും ഇങ്ങനെ മലർന്നു കിടന്നിട്ട് നല്ല ഭാവിയെപ്പറ്റി മറ്റേ എന്താണ് ഐശ്വര്യത്തിൻ്റെ സൈറൻ പോലെ പശുവിൻ്റെ കരച്ചിൽ കേൾക്കുന്ന സീനുണ്ടല്ലോ, അതാണ് നമ്മൾ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കാണുന്നത്. ഇതെന്താണ് സംഭവിക്കുക എന്ന് ഈ മെയ് 4 ശേഷം മാത്രമേ അറിയൂ. ഇപ്പോൾ ഡെക്കാമറൻ കഥകൾ എന്ന് പറയുന്നൊരു വലിയ
പുസ്തകം ഉണ്ടല്ലോ, അതായത് അത് പണ്ട് ഒരുപാട് കാലം മുമ്പുള്ളതാണ്. അതായത് ഈ ആദ്യത്തെ പ്ലേഗ് ബാധിച്ച കാലത്ത് പ്ലേഗിന് ഭയന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാതെ നിന്ന മനുഷ്യർ ഒരു മുറിക്കകത്തിട്ട് വട്ടം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പ്രണയകഥകൾ പറയുകയാണ്. അതായത് പുറത്ത് പ്ലേഗും ആളുകൾ മരിക്കുകയും ചെയ്യുകയാണ്, പക്ഷേ ഇവിടെ പ്രണയകഥയാണ്. അപ്പോൾ അതിൻ്റെ ഭയത്തെ മറക്കാനായിട്ട് ഇവിടെ മറ്റൊരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു കഥ പറയുന്ന കുറേ ആളുകളുടെ കൂട്ടത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എനിക്കതിൽ കൗതുകമായി തോന്നിയത് രമേശ് ചെന്നിത്തലയുടെ ഒരു മൂവാണ്. രമേശ് ചെന്നിത്തല പോഡ്കാസ്റ്റ് തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൽ രമേശ് ചെന്നിത്തല ഈ കാര്യം 5 വർഷം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പരാജയപ്പെട്ടു അല്ലെങ്കിൽ പരാജയപ്പെടുന്ന തൊട്ടു മുമ്പെങ്കിലും ഇതുപോലെ ആളുകളോട് നിരന്തരമായിട്ട് സംവദിക്കാനുള്ള ഒരു ഏർപ്പാട് ആ ഘട്ടത്തിൽ തുടങ്ങിയിരുന്നെങ്കിൽ 5 വർഷം അദ്ദേഹം അത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് ചോദ്യം ഇല്ലാത്ത വിധത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയാൻ ഒറ്റ പേരേ ഉണ്ടാകുമായിരുന്നുള്ളൂ, അത് രമേശ് ചെന്നിത്തലയുടേതാണ്. പക്ഷേ രമേശ് ചെന്നിത്തല അപ്പോൾ തന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഈ ആയുധം താഴെ വെച്ച് അദ്ദേഹം പിൻവാങ്ങി അങ്ങ് പോയി. എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോട്ടാണ് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ അതറിയാവുന്നത് കൊണ്ട് വല്ലാത്ത തോതിൽ അദ്ദേഹം പിന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ അവകാശവാദങ്ങൾ ഉയർന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആകപ്പാടെ പറഞ്ഞത് ഞാൻ MLA-മാരെ കൂടെ നിർത്തണമല്ലോ എന്ന് അദ്ദേഹം പറയുന്നതായിട്ടാണ്. പക്ഷേ അത് അദ്ദേഹം പിന്നീട് മറ്റൊരു കാര്യത്തിലാണ് എന്ന് വിശദീകരിക്കാനുണ്ടായത്. എന്തായാലും ഞാൻ കാണുന്നത് ഈ നടക്കുന്ന വലിയ മുഖ്യമന്ത്രി ചർച്ച CPM-കാരുടെ പാട്ട് ഉപയോഗിച്ചിട്ട് പോലും അവരവരുടെ നേതാക്കളെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നടക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് എങ്ങോട്ട് പോയി, തെരഞ്ഞെടുപ്പിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രവർത്തകരുടെ ഒരു സൈക്കോളജിക്കൽ പരിപാടി, സാമർത്ഥ്യ തന്ത്രം ആണ് നമ്മൾ ഈ മുഖ്യമന്ത്രി ചർച്ചയായിട്ട് കാണുന്നതെന്നാണ് അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലായ്മ, ആത്മവിശ്വാസക്കുറവ്, അത് ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് ഇരുപക്ഷത്തിലുമുണ്ട്. ഇത് ഈ പറയുന്ന ഗൗതമാഷ് വന്നിട്ട് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് പറയുമ്പോഴും അത് ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്ന ഒരു പ്രകടനമായി ഞാൻ കാണുന്നില്ല. കാരണം ഈ കണക്കിൽ അവരും ആടിക്കളിക്കുകയായിരുന്നു. 78 സീറ്റ് 76 സീറ്റ് എന്നതിലേക്ക് വരെ അവരുടെ വിലയിരുത്തലെത്തി, CPIM-ൻ്റെ വിലയിരുത്തലും. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ വിജയം നേടും എന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല CPIM നേതാക്കളും ഉള്ളത്. മാത്രമല്ല ഈ താഴെത്തട്ടിൽ നിന്ന് വരുന്ന കണക്കുകളെ അവരിപ്പോൾ വിശ്വസിക്കുന്നില്ല. കോൺഗ്രസിനും അതുതന്നെയാണ് പ്രശ്നം. കാരണം ഏജൻസികൾ കൊടുക്കുന്ന കണക്കാണ് അവരുടെ കയ്യിലും കണക്ക്. ആ കണക്കിന് ഏജൻസികൾ കൊടുക്കുന്ന കണക്കിനപ്പുറത്തേക്ക് സംഘടനയിൽ നിന്ന് വരുന്ന കണക്ക് ഈ ഇരുകൂട്ടർക്കും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഇരുകൂട്ടർക്കും ഇല്ല. അത് തന്നെയാണ് ഇവർ രണ്ടുപേർക്കും ആത്മവിശ്വാസം ഇല്ല. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർ മുഖ്യമന്ത്രി ചർച്ച നടത്തില്ല, അവർ മിണ്ടാതെ ഇങ്ങനെ പൂച്ചയെ പോലെ ഇരിക്കുകയാണ് ഈ 4-ാം തീയതി വരട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇവർ ഇതിനെ മറികടക്കാൻ, ആ ബേജാറ് മറികടക്കാൻ 2021 മുഖ്യമന്ത്രി ചർച്ച ഈ കോൺഗ്രസിൽ ഇതേ മട്ടിൽ തന്നെ നടന്നതാണ്. ആ ചർച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ പോയതാണ്. ആരൊക്കെയാണ് മുഖ്യമന്ത്രി, ആ ടേം വ്യവസ്ഥ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് വരെ ചർച്ചയായി വന്നതാണ്. 100 സീറ്റിന് മുകളിൽ 2021 ഒരു പ്രതീക്ഷിച്ചിരുന്നതാണ് പോളിംഗിന് ശേഷവും. അപ്പോൾ അതൊക്കെ കൊണ്ട് അങ്ങനെ ആ ചർച്ചകൾ എപ്പോഴും കോൺഗ്രസിൽ സംഭവിക്കാം. അതാണ് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള പോരാട്ടത്തിൽ പരമ്പരാഗത രീതികൾ വിട്ട് അത്യാധുനിക പ്രചാരണ തന്ത്രങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ പയറ്റുന്നത്. സോഷ്യൽ മീഡിയയിൽ അല്പം പിന്നിലായിരുന്ന രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ശക്തമായി തന്നെ സജീവമായിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റെ ജീവിതം പ്രമേയമാക്കി ഡോക്യുമെൻ്ററിയും അവസാന ഘട്ടത്തിലാണ്. ഇതിനു പുറമെ സ്വന്തം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട് നേതാക്കൾ. അധികാരം ലഭിക്കും മുമ്പേ തന്നെ നേതാക്കൾ തമ്മിൽ നടത്തുന്ന ഈ കസേര പോര് അനാവശ്യമാണ് എന്ന അഭിപ്രായം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ പങ്കുവെക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ മുഖ്യമന്ത്രി ചർച്ചകൾ പാടില്ല എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം തള്ളിയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതെന്നാണ് ഏറ്റവും കൗതുകം. കോൺഗ്രസിനുള്ളിലെ ഈ പരസ്യമായ അധികാര വടംവലി, കിട്ടാത്ത അധികാരത്തിൻ്റെ പേരിലുള്ള വടംവലി മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പെട്ടി പൊട്ടിച്ച ശേഷം പോരെ ഈ കസേര കളി എന്ന വോട്ട് ചെയ്ത ജനങ്ങൾ ചോദിച്ചു തുടങ്ങുമോ എന്നതാണ് ഇനിയുള്ള കാര്യം. എന്തായാലും അംഗം ജയിക്കും മുമ്പേ അണിയറയിൽ തുടങ്ങിയ തർക്കം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം.